ജന്മാദ്യസ്തേതന്യാദിതരതച്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര സർഗോമുഷാ ദാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്ക് നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ പാത്മം കൽപ്പം അഥോ ശൃണു എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. പാത്മകൽപ്പത്തെ പറയാം, അത് അവിടെ നിൽക്കട്ടെ കൽപ്പൊക്കെ എന്ന് ശൗനകാദികൾ ഇടയിൽ കയറി ഒരു ചോദ്യം. എവിടെ വെച്ചാണ് മൈത്രേയ മഹർഷിയെ വിതുരൻ കണ്ടത്? നഹ്യൽ പാർത്ഥോദയത്തസ്യ. വളരെയേറെ അർത്ഥമുള്ള കാര്യങ്ങൾ പറയുന്ന വിതുരൻ എന്തൊക്കെയാണ് മൈത്രേയരോട് പറഞ്ഞത്? അല്പമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ലോകകാര്യങ്ങൾ വിതുരൻ ചോദിക്കില്ല, മൈത്രേയർക്ക് പറയാനും താല്പര്യമില്ല. അതുകൊണ്ട് വിലപ്പെട്ട ആ കാര്യങ്ങൾ, ഭക്തി വർദ്ധിപ്പിക്കുന്ന ആ കാര്യങ്ങൾ കേൾക്കണം. അങ്ങനെ തൃതീയ സ്കന്ധം തുടങ്ങുകയാണ്. എങ്ങനെയാ? വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയി തിരിച്ചു വന്നു എന്ന് പ്രഥമ സ്കന്ധത്തിൽ പറഞ്ഞു. ധർമ്മപുത്രരും വിതുരനും തമ്മിലുള്ള സംഭാഷണവും പ്രഥമ സ്കന്ധം 13-ാം അധ്യായം നോക്കിയാൽ മനസ്സിലാവും. അപ്പം വീണ്ടും കഥ പുറകോട്ടൊന്ന് കൊണ്ടുപോവാണ്. എന്തിനാണ് വിതുരൻ തീർത്ഥയാത്ര പോയത്? അതപ്പോൾ പറഞ്ഞില്ല, അതിപ്പോഴാണ് പറയണത്. മഹാഭാരതത്തിലേക്ക് നമ്മളെ ഒന്നങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്. എവിടുന്നാ തുടങ്ങണത്? ദുര്യോധനൻ ചെയ്ത എല്ലാ തെറ്റുകളെയും അച്ഛൻ എന്ന അന്ധത്വം കൊണ്ട്, സ്നേഹാന്ധത്വം കൊണ്ട് അനുവദിച്ചു ധൃതരാഷ്ട്രർ. അത് കുരുവംശത്തിൻ്റെ മുഴുവൻ കൗരവരുടെ നാശത്തിന് കാരണമായി. അപ്പോൾ ഒരച്ഛനും ഒരമ്മയും തൻ്റെ മക്കളോട് എപ്പോൾ ഒരു ബിഗ് നോ പറയണോ അത് പറയുന്ന വേണം. മക്കൾ പറയണത് മുഴുവനെ അനുവദിച്ച് കൊടുക്കലല്ല യഥാർത്ഥ മാതൃത്വവും പിതൃത്വവും. അതിലാവശ്യമെന്ത്, തെറ്റെന്ത്, ശരിയെന്ത് എന്ന് കണ്ട് അനുവദിക്കേണ്ടത് അനുവദിക്കാനും, അരുത ഉണ്ണി എന്ന് പറയേണ്ടോടത്ത് അത് പറയാനും ഒരമ്മയ്ക്കും അച്ഛനും സാധിക്കണം. അല്ലെങ്കിൽ അത് അവരുടെ നാശത്തിന് കുഴി തോണ്ടും എന്നാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാഭാരതത്തിലത്തെ അത്രയും കഥകളുടെയൊക്കെ തീം ശരിക്കും പറയാച്ച ഇതാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ധൃതരാഷ്ട്രരുടെ കൊള്ളരുതായ്മയാണ് ഭാരതയുദ്ധം ഉണ്ടാക്കിയത്. അത് കാണിക്കാനാണ് കഥ അങ്ങനെ കൊണ്ടുപോയതും. വേണമെങ്കിൽ ധൃതരാഷ്ട്രയെ നല്ലൊരു കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അപ്പം മഹാഭാരതം കഥ ഉണ്ടാവില്ലല്ലോ. കൈകേയി അഭിഷേകം മുടക്കിയില്ല വെച്ചാൽ രാമായണം ഉണ്ടാവുമോ? രാമായണം തന്നെ ഉണ്ടാവുമോ? അതുവരെ ഉണ്ടാവുള്ളൂ, 2ാമത്തെ കാണ്ഡം വരെ ഉണ്ടാവുള്ളൂ. അപ്പം അതിനു വേണ്ടി കഥ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് കൊള്ളരുതായ്മകൾ അനുവദിച്ചത് ധൃതരാഷ്ട്രർ? ആദ്യം പറഞ്ഞു, യഥാതു രാജാസുസുതാനസാധൂൻ പുഷ്ണൻ അധർമ്മേണ വിനട്ട ദൃഷ്ടി. കണ്ണ് നഷ്ടപ്പെട്ട് അധർമ്മം കൊണ്ട് കുട്ടികളെ വളർത്തി, സ്നേഹാന്തത കൊണ്ട് കുട്ടികളെ വളർത്തി അവരുടെ തന്നെ നാശത്തിന് വഴിതെളിച്ചു. ഭ്രാതുർ യവിഷ്ടസ്തുതാൻ ബിബന്ധുൻ. ബന്ധുക്കളില്ലാത്ത പാവങ്ങളായ പാണ്ഡവന്മാരെ അരക്കില്ലത്തിലിട്ടിട്ട് ചുടാൻ ശ്രമിച്ചു ദുര്യോധനൻ. ധൃതരാഷ്ട്രർ അരുത് എന്ന് പറഞ്ഞില്ല. അടുത്തതോ, യഥാസഭായാം കുരുദേവദേവ്യ കേശാഭിമർശം സുതകർമ്മഗർഹ്യം ന വാരയാമാസ നൃപസ്നുഷായ സ്വാത്രേഖരന്ത്യ കുജകുങ്കുമാനി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. വേറൊരു കൊള്ളരുതായ്മ. ഒന്ന് പറഞ്ഞു അരക്കില്ലത്തിലിട്ടിട്ട് ചുട,
അധർമ്മമാണല്ലോ. ഇനി അടുത്തത് പറയുകയാണ്, യഥാസഭായാം, സഭയിൽ വെച്ചിട്ട് പാഞ്ചാലിയെ വസ്ത്രമഴിച്ച് അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴും കേശാഭിമർശം, തലമുടി അഴിച്ച് കുരുദേവദേവിയ പാഞ്ചാലി, കുരുദേവദേവിയ പാഞ്ചാലിയുടെ, അതായത് കുരുരാജന്മാർ പാണ്ഡവന്മാരുടെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ, കുജകുങ്കുമാനി, മാറിടത്തിലെ കുജകുങ്കുമങ്ങളെ അവരുടെ കണ്ണീരുകൊണ്ട് നനപ്പിച്ചു. കുജത്തിൽ തൊട്ടതായിട്ടുള്ള കുങ്കുമം നനച്ചു കണ്ണീരുകൊണ്ട്. കേശാഭിമർശം സുതകർമ്മഗർഹ്യം, വളരെ നികൃഷ്ടമായ പ്രവൃത്തി ചെയ്തിട്ടും അരുത് എന്ന് പറഞ്ഞില്ല. എന്നാ അവിടെ വിസർഗമില്ല. അപ്പം ഞങ്ങൾ എന്നല്ല, നമ്മൾ എന്നല്ല, നെഗറ്റീവാണ് അർത്ഥം വിസർഗമില്ലെങ്കിൽ. എന്നാ വാരയാമാസ തടയുക, എന്നാ വാരയാമാസ എന്ന് തടഞ്ഞില്ല. എന്നാ വാരയാമാസ നൃപ എന്നാരാണ്? ധൃതരാഷ്ട്രർ. സ്നുഷ മരുമകൾ, മക്കളുടെ ഭാര്യ. സ്നുഷായാസാത്രേകരന്ത്യ കുജകുങ്കുമാനി, കണ്ണുനീർ കൊണ്ട് മുലത്തടം നനഞ്ഞ് അവൾ വളരെയേറെ അപമാനിതയായി കരഞ്ഞപ്പോഴും അരുത് എന്ന് പറഞ്ഞില്ല. ധർമ്മപുത്രൻ്റെ പട്ടമഹിഷിയായിട്ടുള്ള പാഞ്ചാലിയെ തലമുടിയും വസ്ത്രവും അഴിച്ച് അപമാനിച്ച് അപ്പോൾ ധൃതരാഷ്ട്രർ അരുത് ഉണ്ണി എന്നൊരു വാക്ക് പറയുണ്ടായില്ല. ഇതൊക്കെ വിതുരൻ കാണുകയാണല്ലോ, അതിനാണിത് പറയണത്. ഇത്രയും അധർമ്മം വിതുരൻ കണ്ടു, എന്നിട്ടാണ് പോണത്, കൊട്ടാരം വിട്ടു പോകുന്നത്. നീ വേറൊന്ന് പറയണ്ട, ദ്യൂതേത്വധർമ്മേണ ജിതത്യതാതോ സത്യാവലംബർത്യവനാഗതസ്യ നയാശതോ ദാസമയേന ദായം തമോജുഷാണോ യദജാതശത്രോ. ദ്യൂതേ ചൂതിൽ, ദ്യൂതം ചൂത്, അധർമ്മേണ അധർമ്മത്താൽ, ചിതസ്യ ജയിച്ചവനും, സത്യാവലംബസ്യ സത്യത്തെ ആശ്രയിച്ചവനും, സത്വാദി ഗുണങ്ങളുള്ളവനും ആയ, വനാഗതസ്യ കാട്ടിൽ നിന്ന് ആഗമിച്ചവരും ആയ ധർമ്മപുത്രക്ക്. ധർമ്മപുത്രക്ക് സത്യം മാത്രമേ അറിയൂ, ഒരിക്കലും അസത്യം അറിയില്ല, അസത്യം പ്രയോഗിക്കില്ല. പക്ഷെ കള്ളച്ചൂത് കളിച്ചു ദുര്യോധനൻ, കള്ളത്തരം കൊണ്ട് ജയിക്കുക ചെയ്ത്. ശരിക്കല്ല ജയിച്ച, ശരിക്കും കളിക്കുക വെച്ചാൽ ധർമ്മപുത്രരെ ജയിക്കുള്ളൂ. കളിക്കാറിയായിരുന്നില്ല, പക്ഷേ കള്ളത്തരം പ്രയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ആ ധർമ്മപുത്രരെ തോൽപ്പിച്ച് ദുര്യോധനൻ ജയിച്ചു. അതിനെയും തമോജുഷാണ, അജ്ഞാനിയായ ധൃതരാഷ്ട്രർ രാജാവ് ദായം അവകാശം കൊടുത്തില്ല. ന ദദാത് യത് ന അദാത്. ധർമ്മപുത്രരാണ് ജയിക്കുക, അതുകൊണ്ട് ധർമ്മപുത്രക്ക് ഭാഗം കൊടുക്കണം എന്ന് പറഞ്ഞില്ല, ദാനം ചെയ്തില്ലയോ. ഇതൊക്കെ വെർബ് അവസാനിക്കണത് അവസാനമാണ്. അതാണൊരു അപൂർണത. അവസാനം ഒന്നിച്ചങ്ങോട്ട് പറയുകയാണ്, ഇത്തരം അധർമ്മങ്ങൾ കണ്ടിട്ട് എന്ന്. അതിനങ്ങനെ കോമയിട്ട് പോണ പോലെ അത്. കള്ളച്ചൂത് കളിച്ച് അന്യായവും അസത്യവുമായ മാർഗത്തിൽ ദുര്യോധനൻ ജയിച്ചപ്പോൾ ഭാഗം കൊടുത്തില്ല. ഈ ചോറ്റ ഭാഗം കൊടുക്കണ്ടെന്നാണ്. അത് വേറൊരു അധർമ്മം. അങ്ങനെ ഇതും ഒക്കെ കഴിഞ്ഞ അവസാനമാണ് ഇത് കണ്ടിട്ട് വിതുരൻ മടുത്തു, അല്ലെങ്കിൽ ഈ അധർമ്മങ്ങൾ കണ്ടു എന്ന് പറയണത്. അവസാനിപ്പിക്കുന്ന അവസാനമാണ്, ആണ് അപൂർണം. ഓരോന്നും ഇങ്ങനെ കോമിട്ട് പോകണ പോലെയാണ്. ഇനി പറയണം, ന ച പാർത്ഥ പ്രഹിത സഭായ യഥാച പാർത്ഥ പ്രഹിത പ്രസഭായാം ജഗദ്ഗുരുറിയാനി ജഗാദ കൃഷ്ണ ന താനി പുംസാമൃതായനാനി രാജോരുമേനേ ക്ഷതപുണ്യലേശ.
യഥാച പാർത്ഥപ്രഹിത സഭായാം അവിടെ പറയണു. പാർത്ഥ എന്ന് പറഞ്ഞാൽ രാജാവ്, ഇവിടെയൊക്കെ ധൃതരാഷ്ട്രർ. പാർത്ഥനാൽ അയക്കപ്പെട്ട അർജുനൻ, പാർത്ഥന അർജുനനാണ് കേട്ടോ, അർജുനനാൽ അയക്കപ്പെട്ട ജഗദ്ഗുരു ലോകാചാര്യനായ ശ്രീകൃഷ്ണൻ സഭായാം സഭയിൽ യാതൊന്ന് കൊണ്ട് പറഞ്ഞു. ദൂത്, ഭഗവാന്റെ ദൂത് ഒരു പ്രധാന വിഷയമായിട്ട് ചാക്യന്മാരൊക്കെ പറയും. ദൂത് സഭയിലേക്ക് സഭാപ്രവേശം എന്ന് പറഞ്ഞിട്ടൊരു വിഷയമുണ്ട്. വളരെ വലിയതൊക്കെ ചേർത്തിട്ടാണല്ലോ അവർ പറയുക. വലുതാണ് ചാക്യാരൂപത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. നമ്മളിങ്ങനെ പറഞ്ഞ പോലെ പറയില്ല, അത് രസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ പശുവിനെ മേച്ച് നടക്കണ കൃഷ്ണൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരൊറ്റ കുട്ടി നീക്കരുത്. നീട്ടാൽ 12 ഭാരം സ്വർണം. ഒരു ഭാരം എന്ന് പറഞ്ഞാൽ എത്ര കിലോ അറിയോ? 20-ലധികം കിലോ ഉണ്ടോ ശരിക്കറിയില്ല. അത്രയും × 12 ആവുമ്പോഴോ സ്വർണം പിഴ ഇടേണ്ടി വരും, പിഴ അടയ്ക്കേണ്ടി വരും ആരെങ്കിലും നീട്ടാൻ എന്ന് ദുര്യോധനൻ കൃഷ്ണനെ അപമാനിക്കാൻ തീരുമാനിച്ചു. ലോകനാഥനായിട്ടുള്ള ഭഗവാനാണ് വരണത്, എത്ര ബഹുമാനിച്ചാലും മതിയാവില്ലാവോ ഭഗവാനെ? ഭക്തന്മാർക്ക് അങ്ങനെയല്ലേ തോന്നുള്ളൂ. ദുഷ്ടത്തരം കൊണ്ട് ദുര്യോധനൻ ഒറ്റക്കുട്ടി ആ പശുവിനെ മേച്ച് നടക്കണ പശുപാലകനെ കണ്ടുണീക്കരുത്. കൃഷ്ണൻ വന്നു, എല്ലാവർക്കും കൂടി ഒരു രാജ്യം കൊടുക്കാൻ പറഞ്ഞു, 5 ആൾക്ക്. അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും കൂടി ഒരു ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു 5 ആൾക്ക്. അതും ശരിയാവില്ല എന്ന് പറഞ്ഞു. ഒരു ഗൃഹം 5 ആൾക്കും കൂടി കൊടുക്കാൻ പറഞ്ഞു, പൊട്ടിക്കില്ല. ഒരു മുറി എത്ര താണു ഭഗവാൻ ആലോചിച്ചു. പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് ദൂത് പറഞ്ഞു. 5 ആൾക്ക് കൂടിയിട്ട് ഒരു റൂം ഒരു വീട്ടിൽ കൊടുക്കുമോ യുദ്ധം ഒഴിവാക്കാൻ? യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ മാർഗവും ഭഗവാൻ ശ്രമിച്ചു. ഒരു യുദ്ധം എന്ന് പറയണത് എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. ഏത് കാലത്തും അതങ്ങനെയാണ്. അവസാനമായിട്ടുള്ള മാർഗമാണ് യുദ്ധം, ആദ്യത്തെ അല്ല. എന്നാൽ 5 ആൾക്കും കൂടി ഒരു മുറി ഒരു ഗൃഹത്തിൽ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. സൂചി കുത്താൻ കൊടുക്കില്ല ഇടം, കൊടുത്തിട. സൂചി കുത്താനുള്ള സ്ഥലം പാണ്ഡവന്മാർക്ക് കൊടുക്കില്ല. ഈ ദുർവാശി ദുര്യോധനൻ പിടിയിൽ പിടിച്ചു. തന്നിമിത്തം യുദ്ധം ഉണ്ടായി, മൊത്തം കൗരവന്മാർ നശിച്ചു. യഥാ ച പാർത്ഥപ്രഹിത സഭായാം, പിടിച്ചങ്ങോട്ട് കെട്ടാൻ പറഞ്ഞു ആ കൃഷ്ണനെ. പശുവിനെ മേച്ച് നടക്കുന്നവനെ കെട്ടാൻ പറഞ്ഞു. ആദ്യ പ്രസംഗി ധിക്കാരി ഇവിടെ വന്നിട്ട് വേണ്ടാത്ത പറയുക, പാണ്ഡവന്മാരുടെ ഭാഗം കിട്ടവനെ. ഭഗവാൻ 2 കൈയും കാണിച്ച് അങ്ങോട്ട് കെട്ടാൻ നിന്ന് കൊടുത്തു. എന്നാ കെട്ട്, നിനക്ക് വയ്ക്കിച്ച എന്നെ ഒന്ന് കെട്ട്. 14 ലോകങ്ങളും അങ്ങോട്ട് വലുതായി ഭഗവാനെ. 14 ലോകവും തൻ്റെ ശരീരത്തിലാണ് അങ്ങനത്തെ ആളെ കെട്ടണത്. എന്നാ ഒന്ന് കെട്ടട്ടെ. അങ്ങനെ ദുഷ്ടനായ ദുര്യോധനനും വിശ്വരൂപം കാണാനുള്ള ഭാഗ്യമുണ്ടായി. വളരെ കുറച്ച് ആൾക്കാർക്ക് വിശ്വരൂപം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അർജുനനുണ്ടായി ഗീതോപദേശത്തിൽ. ഞാനതിന് അർഹനാണെങ്കിൽ ആ രൂപം എനിക്കൊന്ന് കാണിച്ചു തരണം ഭഗവാനെ. കണ്ടപ്പോഴേക്ക് എനിക്ക് വേണ്ടിയിരുന്നില്ല എന്നുമായി അർജുനന്. ശാന്തമായിട്ടുള്ള ആ രൂപം തന്നെ മതി, ശാന്താകാരം എന്നുള്ള രൂപം തന്നെ മതി. 14 ലോകങ്ങളാണ്. അതിൽ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ തുടങ്ങിയുണ്ടോ കഴിയണു. മഹർഷിമാർ, അസുരന്മാർ ഒക്കെ ഭഗവാന്റെ ദംഷ്ട്രയിലിങ്ങനെ അസുരന്മാർ പൊടിഞ്ഞു പോകുന്നു, മഹർഷിമാർ ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ ഇങ്ങോട്ട് കാണുകയാണ് 14 ലോകം. ജഗദ്ഗുരു യാനി ജഗാത കൃഷ്ണ. അവിടെ കൃഷ്ണനാണ് കേട്ടോ, പാഞ്ചാലിയല്ല. വിസർഗം ഇല്ലെങ്കിലാണ് പാഞ്ചാലി കൃഷ്ണ എന്നാവുക. വിസർഗട്ട പുല്ലിംഗാണ് കൃഷ്ണൻ. തൻ്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. ഒരു ജഗദ്ഗുരു എന്നുള്ളതെന്ന് എടുക്കാം. ന താനി പുംസാം അമൃതായ നാനി.
അമൃതവർഷികളായ താനി അവയെ ദുര്യോധനൻ കേട്ടില്ല. അമൃതതുല്യമായിട്ടുള്ള വാക്കാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ദുര്യോധന, യുദ്ധം ഒഴിവാക്കല്ലേ നല്ലത്. എത്ര ആൾക്കാർക്ക് ഭർത്താക്കന്മാരില്ലാണ്ടാവും, എത്ര ആൾക്കാർക്ക് മക്കളില്ലാണ്ടാവും, എത്ര മക്കൾക്ക് അച്ഛനില്ലാണ്ടാവും. വേണോ ഇത്? നിങ്ങളെ ഏട്ടാനിയന്മാരല്ലേ. പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ട ഭാഗമില്ലെങ്കിലും കുറച്ചെങ്കിലും കൊടുത്തിട്ട് ഈ യുദ്ധാണ്ട് ഒഴിവാക്കിക്കൂടെ? പാണ്ഡവന്മാർ അതുകൊണ്ട് തൃപ്തിപ്പെടും. ഇത്ര കിട്ടണമെന്നൊന്നും അവർ പറയില്ല. ഭഗവാൻ പറഞ്ഞാൽ അതിലപ്പുറം ഇല്ലല്ലോ അവർക്ക്. കേട്ടില്ല. അമൃതായനാനി, അമൃത തുല്യമായിട്ടുള്ള ഭഗവാന്റെ വാക്കുകളെ ദുര്യോധനൻ തിരസ്കരിച്ചു. കഷ്ടകാലടുത്തതുകൊണ്ട്. വിനാശകാലേ വിപരീത ബുദ്ധി, നശിക്കുമ്പോൾ ഉണ്ടാവുമോ നേരെ ബുദ്ധി? ന താനി പുംസാം അമൃതായനാനി, അമൃതമായിരിക്കുന്ന ഭഗവാന്റെ വാക്കുകൾ ദുര്യോധനൻ ധിക്കരിച്ചു. എന്തുകൊണ്ട്? ന രാജോരുമേനെ ക്ഷതപുണ്യലേശ. ന എന്ന് നേരത്തെ പറഞ്ഞ ന താനി പുംസാം. ന കേട്ടില്ല. പുണ്യം നശിച്ചതുകൊണ്ടേ. ഭഗവാന്റെ വാക്ക് കേൾക്കണമെങ്കിൽ പുണ്യം വേണ്ടേ? നല്ലത് ചെയ്യണമെങ്കിൽ പുണ്യം വേണ്ടേ? നല്ലത് അനുസരിക്കണമെങ്കിലും നല്ലതാണ് ഇട്ടിക്കണമെങ്കിലും പുണ്യം ചെയ്ത് കൊടുക്കണം, അല്ലാണ്ട് നടക്കില്ല. മുമ്പ് കൂട്ടി പുണ്യം ചെയ്തവർക്കേ നല്ല കാര്യത്തിൽ താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലേ? ഈശ്വരകഥ പറയാനും ഈശ്വരകഥ കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടാവുന്നത് തന്നെ ഒരു പൂർവ്വ പുണ്യമാണ്. അപ്പോൾ ആ പൂർവ്വ പുണ്യം നശിച്ചത് കൊണ്ട് ഈശ്വരവചനങ്ങൾ ദുര്യോധനൻ പാടെ തള്ളി. നാശം അടുത്തതുകൊണ്ട് യഥാച പാർത്ഥപ്രഹിത സഭായാം, അർജുനനാണ് ദൂത അയച്ചത്. അതാണ് പാർത്ഥനാൽ അയക്കപ്പെട്ട സഭയിലേക്ക് കൃഷ്ണനെ അയച്ചു. ജഗദ്ഗുരു യാനി ജഗാത കൃഷ്ണ. ആരെയാ അയച്ചത്? ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള കൃഷ്ണനെ, ചില്ലറക്കാരനല്ല. അമൃതതുല്യമായിട്ടുള്ള വാക്കുകൾ ആ കൃഷ്ണൻ പറഞ്ഞു. ദുര്യോധന, യുദ്ധം നാശമുണ്ടാക്കുന്നതാണ്, നമുക്കത് വേണ്ട. അതൊന്നും കേട്ടില്ല. നതാനി പുംസാം അമൃതായനാനി, ആ അമൃതവാക്കുകളെ ന രാജോരുമേനെ, രാജാവായ മാനിച്ചില്ല. നെഗറ്റീവ് ഉണ്ട് അവിടെ, മാനിച്ചില്ല. കാരണം ക്ഷതപുണ്യലേശ, പുണ്യം നശിച്ചിരിക്കണു. നാശം അടുക്കുമ്പോണ്ടോ നല്ല കാര്യങ്ങൾ തോന്നണു. അപ്പോൾ കൃഷ്ണനെ അപമാനിച്ചു എന്നുള്ളൊരു കാര്യം. അരക്കില്ലത്തിലിട്ടിട്ട് പാണ്ഡവരെ ചുട എന്നൊരു കാര്യം ആദ്യത്തെ. സഭയിൽ വെച്ച് പാഞ്ചാലി അപമാനിച്ചു രണ്ടാമത്തെ. ദൂതേത്വധർമ്മേണ, കള്ളച്ചൂത് കളിച്ച് പാണ്ഡവരെ തോൽപ്പിച്ചു മൂന്നാമത് 8ാമത്തെ ശ്ലോകം. നാലാമത് കൃഷ്ണനെ അപമാനിച്ചു, ഏറ്റവും വലിയ പാപം. മാനിച്ചില്ല. ഈ പറയണു യഥോപകൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പുഷ്ടക്കില പൂർവജേന അതാകഥം മന്ത്രദിശാംബരീയാൻ എന്മന്ത്രിണോ വൈദുരികം വദന്തി. ഈ 4 ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. 1, 2, 3, 4. ഇനിയുണ്ട് അധർമ്മങ്ങൾ കുറേ ഉണ്ട് പറയാച്ചാ. 4 ഇവിടെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്തരം അധർമ്മങ്ങൾ വിതുരൻ കാണുകയാണ്. അവിടേക്കാണ് വരുന്നത്. എന്താണ് വിതുരൻ പോവാൻ കാരണം എന്ന് പറഞ്ഞില്ലേ? പൂർവജേന, ജ്യേഷ്ഠനായിരിക്കുന്ന ധൃതരാഷ്ട്രാൽ മന്ത്രാലോചന ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടു. ഉപഹൂത വിളിക്കപ്പെട്ടവൻ. ഭവനം പ്രവിഷ്ട, വീട്ടിൽ പ്രവേശിച്ചവനും. മന്ത്രായ, മന്ത്രത്തിനായിക്കൊണ്ട് ചോദിക്കപ്പെട്ടവനും ആയ. മന്ത്രദൃശ, മന്ത്രദൃക്കുകളിൽ വെച്ച്. മന്ത്രദൃക്ക് അവിടെ ഉപദേശം എന്നർത്ഥം. വരീയാൻ, അതിശ്രേഷ്ഠൻ. അഥ, അനന്തരം. തം, അവനോട്. ആഹ, പറഞ്ഞു. അധികം യോഗ്യനായിട്ടുള്ള വിതുരർ ജ്യേഷ്ഠനോട് പറഞ്ഞതായ കാര്യങ്ങൾ യൻ മന്ത്രിണോ വൈദുരികം വദന്തി, അതിനെയാണ് വിതുരവാക്യം എന്ന് പറയുന്നത്. ആ വിതുരവാക്യം ശരിക്കും പറയാച്ചാൽ എല്ലാവരും കേൾക്കേണ്ടതാണെന്നാണ്. ഭാരതത്തിൽ ഒരുപാടുണ്ട്. ഭീഷ്മരുടെ ഉപദേശവാക്യങ്ങൾ, വിതുരവാക്യം.
ധൃതരാഷ്ട്രരെ നന്നാക്കാൻ വേണ്ടി വെള്ളത്തിൽ വരച്ച വര പോലെ വിതുരൻ പണിപ്പെട്ടു. ഒരു കാര്യം ഉണ്ടായില്ല. കാക്കയെ കുളിപ്പിച്ചാണ്ടോ കൊക്കാവണു? വിതുരൻ ഇതൊക്കെ പറഞ്ഞു. ഒരുപാട് നല്ല കാര്യങ്ങൾ. യഥോപകൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേന. പൂർവജനായിരിക്കുന്ന ജ്യേഷ്ഠനാൽ ധൃതരാഷ്ട്രാൽ വിതുരൻ വിളിക്കപ്പെട്ടു. വിതുരനെ വിളിച്ചു. കാര്യം ഉപദേശത്തിന് വേണ്ടി ചോദിക്കാൻ വേണ്ടിയിട്ട്, ഉപദേശം തരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. മന്ത്രായ എന്ന് പറഞ്ഞാണ് ഉപദേശം. പൃഷ്ടക്കില പൂർവജേന, പൂർവജൻ ധൃതരാഷ്ട്ര. അതാകതം മന്ത്രദൃശം വരീയാന്നൻ മന്ത്രിണോ വൈദുരികം വദന്തി. ധൃതരാഷ്ട്ര ഒരുപാട് കാര്യങ്ങൾ ധൃതരാഷ്ട്രക്കായിട്ട് വിതുരൻ പറഞ്ഞതിനാണ് വിതുരവാക്യം എന്ന് പറയണത്. ധൃതരാഷ്ട്രരാണ് വിളിച്ചത്. ജ്യേഷ്ഠൻ്റെ സ്ഥാനമാണല്ലോ. അതാണ് വൈദുരികം വദന്തി. അതായത് ധൃതരാഷ്ട്ര ചോദിച്ചു എന്നാണ്, എന്തെങ്കിലും യുദ്ധം ഒഴിവാക്കാനൊരു മാർഗം വിതുര ഉണ്ടോ അങ്ങയുടെ ബുദ്ധിയിൽ? യുദ്ധം ഉണ്ടാക്കും തൻ്റെ പുത്രനായിട്ട്, സീമന്തപുത്രൻ ആര്? ദുര്യോധനൻ. അത് ഉറപ്പാണ് അച്ഛനായ ധൃതരാഷ്ട്രക്ക്. അപ്പോൾ വിതുരനോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു മാർഗം പ്രയോഗിച്ചിട്ട് ഈ യുദ്ധം ഒഴിവാക്കാൻ അല്ലയോ വിതുര വഴിയുണ്ടോയെന്ന്. അപ്പം അതിനൊക്കെ കുറേ പറഞ്ഞ കാര്യങ്ങളാണ്. എൻ മന്ത്രിണോ വൈദുരികം വദന്തി. ധൃതരാഷ്ട്രയും ദുര്യോധനനെയും കൗരവരെയൊക്കെ നന്നാക്കാനാണത് ഉപദേശം. ഒരു കാര്യവും ഉണ്ടായില്ല. അജാതശത്രോപതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷഹം ദവാഗ സഹാനുജോ എത്ര മൃഗോദരാഹീശ്വസൻഡുഷ എത്തമലം ബിഭേഷി. യുദ്ധം ഒഴിവാക്കാൻ വഴിയുണ്ടോയെന്നല്ലേ ചോദിച്ചത്. വിതുരൻ പറഞ്ഞു, ഒരു വഴിയുണ്ട്, ഒറ്റ വഴിയേ ഉള്ളൂ. അതെന്താ അറിയോ? ധൃതരാഷ്ട്രരോട് പറയുകയാണ് വിതുരൻ, അങ്ങയുടെ മൂത്ത പുത്രനായിട്ടുള്ള ആ പറഞ്ഞാൽ കേൾക്കാത്തവൻ ഉണ്ടല്ലോ ദുര്യോധനൻ, അതിനെ ഇവിടുന്ന് പിടിച്ചിട്ടാണ് പുറത്താക്കുക. കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കാൻ പറ്റുമോ അങ്ങേക്ക്? എന്നാൽ ബാക്കിയൊക്കെ യുദ്ധം ഞാൻ ഒഴിവാക്കിക്കോളാം. ആ വിദ്യ ഉള്ളിടത്തോളം ഇതൊക്കെ തർപ്പണം വെച്ചിട്ടേ അടങ്ങൂ. അതുണ്ടോ ധൃതരാഷ്ട്ര ചെയ്യണു? മൂത്ത പുത്രൻ എന്ത് ചെയ്താലും അച്ഛനമ്മമാർ കാണുന്നതാണ്. ആദ്യം ഉണ്ടായതല്ലേ ഈ മന്ദപുത്രൻ. ഈ മന്ദപുത്രന്മാരെ കൊണ്ട് വലിയ ഉപദ്രവമാണ് ഇടയ്ക്ക്. അവർക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നലുണ്ടാവും. എന്തും പറയാം, എന്തും ചെയ്യാം. കാരണം അതൊക്കെ അനുവദിച്ച് കൊടുത്ത് അവസാനം അനുവദിച്ച് കൊടുത്തോരെന്നെ കഷ്ടത്തിലാവും. അങ്ങനെ എത്ര അനുഭവങ്ങൾ ലോകത്തിലുണ്ടായിട്ടുണ്ടറിയോ? അപ്പം മക്കളാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം അച്ഛനമ്മമാർക്ക് ഉണ്ടാവണം. അരുത്, നോ. ഒരു നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരാജയമായിരിക്കും അവരുടെ ജീവിതം. ഈ സ്നേഹിച്ച പുത്രൻ തന്നെ അനുവദിച്ചവരെ തള്ളിപ്പറയും, ഉറപ്പാ. അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതുവരെ. അപ്പം അതിനു വേണ്ടി അരുത് എന്ന് പറയേണ്ടടുത്ത് അരുത് എന്ന് തന്നെ പറയണം. അത് പറയാൻ കഴിയാത്തത് ധൃതരാഷ്ട്രമുണ്ടോ? ദുര്യോധനനെ പുറത്താക്കണു. വിതുരൻ അങ്ങനെയാണ് പറഞ്ഞത്. അജാതശത്രോപതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷകം തവാഗ. അജാതശത്രു ധർമ്മപുത്രർ. അജാതശത്രു എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രർക്ക് പറയുന്ന പേരാണ്. ശത്രുക്കളില്ലാത്തവൻ എന്നാണ് പറയണത്. ധർമ്മപുത്രർക്ക് അവകാശപ്പെട്ട ഭാഗത്തെ ദായം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ട ഭാഗം പ്രതിയച്ഛ മടക്കി കൊടുക്കണം എന്ന് വിതുരൻ പറഞ്ഞു. ധർമ്മപുത്രക്ക് അവകാശപ്പെട്ടതിനെ കൊടുക്കുക. ദേഷ്യത്തോടു കൂടിയിട്ട് ഋഷ ശ്വസൻ
ഇത് കേട്ടും കൊണ്ട് ദുര്യോധനൻ വരികയാണ്. സഹാനുജ, അനുജന്മാരോട് കൂടിയ ഗൃഹോദരാഹി, ഭീമനോട് കൂടിയ സർപ്പം ഇരിക്കുന്നു. വളരെ ദേഷ്യപ്പെട്ടിട്ടാണ് ഭീമൻ ഇരിക്കുന്നത്. യാതൊന്നിനെയാണോ അങ്ങ് ഭയപ്പെടുന്നത്? അതും വളരെ ശരിയാണ്. ഭീമനെയാണ് ഏറ്റവും പേടി എല്ലാവർക്കും. കരുത്തനാണ്, ശക്തനാണ്, അപാരമായ ഒരു പാമ്പിനെ പോലെ, വിഷപ്പാമ്പിനെ പോലെ ആ ഭീമൻ എല്ലാം തകർക്കാനുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് ഇരിക്കുന്നു. കൊണ്ട് അല്ലയോ രാജാവേ, അവർക്ക് അവകാശപ്പെട്ട ഭാഗം കൊടുക്കല്ലേ നല്ലത് എന്ന് വിതുരൻ പറഞ്ഞു. അജാതശത്രു ധർമ്മോത്തര അജാതശത്രോപതിയച്ഛ ദായം, ദായം കൊടുക്കേണ്ടത് പ്രതിയച്ഛ, കൊടുക്കൂ. അതാണ് യുദ്ധം ഒഴിവാക്കാനുള്ള മാർഗം. തിരിച്ചതോ ദുർവിഷകം തവാക, ആ ഭാഗം കിട്ടാത്തതിൽ അത്യധികം കോപിഷ്ടനായിട്ടൊരു പാമ്പിനെ പോലെ ചീറ്റി ദേഷ്യപ്പെട്ടിട്ടാണ് ഭീമൻ അവിടെ സ്ഥിതി ചെയ്യുന്നത്. സഹാനുജോ എത്ര മൃഗോദരാഹി, അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്, ഭീമനാകുന്ന പാമ്പ് ഭാഗം കിട്ടാത്തതിൽ നന്നേ പ്രതിഷേധിച്ചിരിക്കുന്നു. ശ്വസൻ ഋഷ എത്വമലം ബിബേഷി, ശ്വസൻ ദേഷ്യപ്പെട്ട് നിശ്വസിച്ചുകൊണ്ട് ശ്വാസം വിട്ട് നെടുവീർപ്പിട്ട് നിൽക്കുകയാണ്. ആ ഭീമനെയാണല്ലോ അങ്ങ് പേടിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം അങ്ങോട്ട് കൊടുക്കുക. എനിക്കിതാണ് പറയാനുള്ളത്. എന്നാൽ യുദ്ധം ഒഴിവാവും. പാർത്താം തുദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സച്ചിരി ദേവദേവ ആർത്തേ സ്വപുര്യാം യദുദേവദേവോ വിനിശ്ചിതാശേഷ നൃദേവദേവ. സക്ഷിതി ദേവദേവ, ക്ഷിതി എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമിയിലത്തെ ദേവന്മാരാരാ? ബ്രാഹ്മണർ. ക്ഷിതിദേവദേവ, ബ്രാഹ്മണരോടും പിന്നെ ദേവന്മാരോടും കൂടിയവനും. യദുദേവദേവ, ആരെയും പറയേണ്ട ആവശ്യം നമുക്ക് മനസ്സിലായി. യദുക്കളിൽ വെച്ച് ശ്രേഷ്ഠനും ആയ വിനിശ്ചിതാശേഷ നൃദേവദേവ, എല്ലാവരെയും ജയിച്ചിരിക്കുന്ന മുകുന്ദ ഭഗവാൻ. ആരാണ്? മുക്തിയെ ദാനം ചെയ്യുന്നവനാണ്. അയ്യോ, ഇതാണോ ഇപ്പോൾ വലിയ ദാനം? മുക്തി എന്തിനാ? വലിയ വിഷയമാണ്, മുഴുവൻ പറയാനൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് സമാധാനിക്കാനുള്ള ഒരൊറ്റ മാർഗം മുക്തിയാണ്. ഏത് മുക്തി? ജീവിച്ചിരിക്കുമ്പോഴുള്ള മുക്തി. മരിച്ചതിന് ശേഷം കിട്ടുന്ന വസ്തു അല്ല കേട്ടോ. അതൊന്നും ഇവിടെ പറയണേ ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മുക്തി ഉണ്ടോ? ഉണ്ട്. അതേ നമുക്ക് ഈ ലോകത്തിൽ സമാധാനത്തിനുള്ള മാർഗമുള്ളൂ. ഇത്ര വലിയൊരു കണ്ടുപിടുത്തമാണതെന്നറിയോ? കാരണം ഈ ലോകത്തിലത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടൊരു രംഗം ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ആരായിക്കോട്ടെ. വലിയ ആൾക്കാർക്ക് വലിയ പ്രശ്നം, ചെറിയ ആൾക്കാർക്ക് ചെറിയ പ്രശ്നം. ഇതുണ്ടോ അവസാനിക്കണു? ഒരിക്കലും അവസാനിക്കില്ല. അലക്കുകാരൻ്റെ കാശിക്ക് കഴിഞ്ഞിട്ടാവാം സമാധാനിക്കുക എന്ന് വെച്ചാൽ സമാധാനിക്കാണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വേണ്ടത്? ഏത് പ്രശ്നം വന്നോട്ടെ പൊക്കോട്ടെ, അത് പരിഹരിക്കാം, ഒക്കെ ചെയ്യാം. എല്ലാം ശരിയായ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ട് അതിനെ നേരിടുക. ശരിയായിട്ടുള്ള മനസ്ഥിതിയോട് കൂടി എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമായിട്ട് നേരിടുക. എന്ത് പ്രശ്നത്തിലും സമാധാനമായിട്ട് സമീപനം ഉണ്ടാവുക. എടുത്തുചാട്ടം കൊണ്ടോ നിരാശ കൊണ്ടോ മറ്റൊരാളെ ആക്ഷേപിച്ചത് കൊണ്ടോ കാര്യമില്ല. പ്രശ്നം എങ്ങനെ നേരിടാം എന്ന് ശരിയായ വിധത്തിൽ ചിന്തിക്കുന്നതിനാണ് സത്യത്തിൽ മുക്തി എന്ന് ഞാൻ ഇപ്പോൾ പറയുക. അത് മുക്തിയുള്ളവർക്കേ പറ്റൂ. കെട്ടുപണഞ്ഞ് പ്രത്യേക ഒരു കാര്യത്തിനോട് ആസക്തിയുള്ളവർക്ക് സാധ്യമല്ല അത്. അപ്പോൾ ആസക്തിയെ വിട്ട് മുക്തി നേടിയിട്ടേ ലോകത്തിൽ ജീവിക്കാൻ പറ്റൂ. വലിയൊരു കാര്യമാണ്. എല്ലാ പ്രശ്നത്തിനെയും നമുക്ക് പിന്നെ നേരിടാൻ പറ്റും. അപ്പം നല്ലൊരു മനസ്സാണ് മുക്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മാനസികാവസ്ഥയെ ദാനം ചെയ്യുന്ന മുകുന്ദൻ എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഭഗവാൻ ദേവ
പാർത്ഥാൻ കുന്തിപുത്രന്മാരെ സ്വീകരിച്ചിരിക്കുന്നു. വിതുരൻ പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ നല്ലൊരു വാക്യല്ലേ. ആരെയാ പാണ്ഡവന്മാർ പിടിച്ചിരിക്കണം? പുള്ളിങ്കൊമ്പാണ് പിടിച്ചിരിക്കണത്. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഒരൊറ്റ ആൾ മതി. ധൃതരാഷ്ട്രേ, അവരുടെ വിജയത്തിന് അങ്ങ് മനസ്സിലാക്കിക്കോളും. 5 ആളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 6ാമതൊരാളുണ്ട്, കൃഷ്ണൻ. ഈ ഒരൊറ്റ ആൾ മതിയാവും അങ്ങയുടെ പുത്രൻ്റെ അക്ഷൗഹിണി പടകളെ മുഴുവൻ തകർത്ത് തരിപ്പണാക്കാൻ. അങ്ങക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്വയം ആലോചിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കേട്ടോളൂ. അക്ഷൗഹിണി പടകൾ അനവധിയുണ്ട്, എത്രയോ ആയിരല്ലേ. ഇതൊന്നും വെച്ചിട്ട് ദുര്യോധനൻ കളിച്ചിട്ട് കാര്യമില്ല ധൃതരാഷ്ട്ര. അപ്പുറത്തുള്ളത് ആരറിയൂ? അതിലും വലിയ ഭഗവാനാണ്. ആ കൃഷ്ണൻ പാണ്ഡവന്മാരുടെ കൂടെ നിൽക്കണോടത്തോളം കാലം ജയം അവർക്കായിരിക്കും. വംശമൊന്നും വേണ്ട. ഏതോ ഹരി വിജയശ്രീർ ഗുണസ്തത. എവിടെ ഹരിയുണ്ടോ അവിടെ വിജയമുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങയുടെ ആ മൂത്ത പുത്രനോട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പറയുകയായിരിക്കും നല്ലത്. പാർത്താംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ സക്ഷിതിദേവദേവ. ക്ഷിതിദേവര് ബ്രാഹ്മണർ, ദേവര് സ്വർഗത്തിലത്തെ ദേവന്മാർ. ബ്രാഹ്മണരുടെയും ദേവന്മാരുടെയും എല്ലാം നാഥനായിട്ടുള്ള ആ ഭഗവാൻ പാണ്ഡവന്മാരുടെ ഭാഗത്ത് നിൽക്കണു. വിജയം അവിടെ ഇല്ലാതെ ഉണ്ടാവുമോ? എന്തേ അങ്ങയുടെ പുത്രൻ്റെത് മനസ്സിലാവാത്ത? ആർത്തേസ്വപുര്യാം യദുദേവദേവോ. യദുദേവനായിട്ടുള്ള കൃഷ്ണൻ അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ വിനിശ്ചിതാശേഷ നിർദേവദേവ, എല്ലാ രാജാക്കന്മാരെയും അനായാസേന ജയിക്കാൻ ആ കൃഷ്ണനെ കൊണ്ട് കഴിയും. ഇത്രയും പറഞ്ഞിങ്ങനെ നിർത്തുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.